യുവതീ പ്രവേശനത്തെ തുടർന്ന് ശബരിമല നടയടച്ച തന്ത്രി കണ്ഠരര് രാജീവരെ മാറ്റണമെന്ന് കൃഷിമന്ത്രി VS സുനിൽകുമാർ. ശുദ്ധിക്രിയ നടത്താൻ തന്ത്രിക്ക് എന്ത് അവകാശമെന്നും മന്ത്രി ചോദിച്ചു. സുപ്രീം കോടതി വിധി അംഗീകരിക്കാത്ത തന്ത്രിയെ മാറ്റണം. തന്ത്രി തൽസ്ഥാനത്ത് തുടരുന്നത് ഭരണഘടനയോടുള്ള വെല്ലുവിളി. ദേവസ്വം ബോർഡ് ഇടപെട്ട് തന്ത്രിയെ ഉടൻ തന്നെ മാറ്റണം. തന്ത്രിയെ മാറ്റുന്ന കാര്യത്തിൽ മന്ത്രിസഭയിൽ ഏക അഭിപ്രായമാണെന്നും മന്ത്രി VS സുനിൽകുമാർ പറഞ്ഞു. യുവതീ പ്രവേശനത്തെ തുടർന്ന് ശുദ്ധിക്രിയ നടത്തിയ തന്ത്രിക്കെതിരെ ആദ്യമായാണ് ഒരു മന്ത്രി രൂക്ഷ വിമർശനം നടത്തുന്നത്. വിധി നടപ്പാക്കാൻ കഴിയുന്നില്ലെങ്കിൽ തന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുകയാണ് വേണ്ടതെന്നാണ് മുഖ്യമന്ത്രി പോലും പറഞ്ഞത്. എന്നാൽ അതിന്റെ ഒരു പടി കൂടി കടന്നാണ് കൃഷിമന്ത്രി രംഗത്തെത്തിയത്. ഭരണഘടനയെയും കോടതി വിധിയെയും സർക്കാരിനെയും രണ്ടാം തവണയാണ് തന്ത്രി വെല്ലുവിളിച്ചത്. മണ്ഡലകാലത്ത് യുവതികൾ ദർശനം നടത്താൻ എത്തിയപ്പോൾ നടയടച്ച് താക്കോൽ കൈമാറുമെന്ന് തന്ത്രി കണ്ഠരര് രാജീവർ പ്രഖ്യാപിച്ചിരുന്നു. യുവതികൾ വലിയ നടപ്പന്തലിൽ എത്തിയപ്പോൾ തന്ത്രി തന്നെ വിളിച്ചെന്നും നടയടച്ചാൽ കോടതി അലക്ഷ്യമാവില്ലേ എന്ന് ചോദിച്ചിരുന്നെന്നും അങ്ങനെ സംഭവിക്കില്ലെന്നും ഞാനടക്കം 10,000 അങ്ങേക്കൊപ്പമുണ്ടെന്നും നിർദ്ദേശം നൽകിയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള വെളിപ്പെടുത്തിയിരുന്നു. ഇതോടെ തന്ത്രിയും RSSും BJPയും ഒത്തുകളിക്കുകയാണെന്ന് വ്യാപകമായ ആക്ഷേപം ഇടതുപക്ഷം ഉന്നയിച്ചു. തന്ത്രിയുടെ കോന്തലത്തുമ്പിൽ വെച്ചുകൊണ്ടുപോകാനുള്ളതല്ല ശബരിമല ക്ഷേത്രത്തിന്റെ താക്കോലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുമ്പ് വ്യക്തമാക്കിയിരുന്നു. അത് ശരിവെക്കുന്ന രീതിയിലാണ് തന്ത്രി പിന്നീട് പെരുമാറിയത്. കനകദുർഗയും ബിന്ദുവും ദർശനം നടത്തിയപ്പോൾ ശുദ്ധികലശം നടത്തിയ തന്ത്രി പക്ഷെ നടയടച്ച് താക്കോൽ കൈമാറാൻ തയ്യാറായില്ല. പകരം 1 മണിക്കൂർ കൊണ്ട് ശുദ്ധിക്രിയകൾ നടത്തി നട തുറന്നു. ദർശനത്തിനായി 10,000 അന്ന് 1 മണിക്കൂർ കാത്തുനിന്നത്. അടുത്ത ദിവസത്തെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം കോടതി വിധി അംഗീകരിക്കാതിരിക്കാൻ തന്ത്രിക്ക് അവകാശമുണ്ടെന്നും അദ്ദേഹം കൂടി കക്ഷിയായ കേസിലെ വിധി നടപ്പിലാക്കുന്നില്ലെങ്കിൽ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു പോകുന്നതാണ് നല്ലതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.